ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞങ്ങളുടെ ഒരു ദിവസത്തെ ഫുഡ് ഐറ്റമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്, ലഞ്ചും ഉണ്ട്, ഡിന്നറും ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ എനർജിക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് കോഫിയും കുറച്ച് മിക്സ്ചറും കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ പത്തിരിയും ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തത്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല എല്ലാം കൂടെ ചേർത്തിട്ട് അതിലേക്ക് 2 തക്കാളി, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ചെറിയുള്ളി കട്ട് ചെയ്ത് വെച്ചത്, 2 പച്ചമുളക്, കറിവേപ്പില, കറിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരു വിസിൽ വരുന്നവരെ, അധികം വെള്ളം ഒഴിക്കണ്ട കേട്ടോ, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു വിസിൽ വരുന്നവരെ വേവിക്കണം കേട്ടോ. ആ സമയം നമ്മൾക്കിതിലേക്ക് തേങ്ങ വറുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് ഒരു മുറി തേങ്ങ, അതായത് ഒരു തേങ്ങയുടെ പകുതി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഒരു ബ്രൗൺ കളർ ആവുന്നവരെ വറുക്കണം. ഇതുപോലെ ബ്രൗൺ കളർ ആവുന്നവരെ വറുക്കണം. അതേസമയം നമ്മുടെ ചിക്കനും അവിടെ കുക്കറിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അരച്ചതിന് ശേഷം നമ്മൾക്ക് കുക്കറിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾക്ക് മല്ലിയില ഇട്ടിട്ട് അത് ഓഫ് ചെയ്യാം. അപ്പോൾ അതിന് താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പില ഇട്ട് ഞാനിവിടെ താളിച്ച് വയ്ക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. പിന്നെ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പൊടിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ 2 കപ്പ് പൊടി എടുക്കുമ്പം നമ്മൾക്ക് 2.5 കപ്പ് വെള്ളം വേണം. അപ്പോൾ ഞാനൊരു പാനിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കുകയാണ് കേട്ടോ. തിളച്ചതിന് ശേഷം അതിലേക്ക് പൊടിയിട്ട് നമ്മൾക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ പൊടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് അടുപ്പിൽ നിന്ന് വാങ്ങാം കേട്ടോ. അപ്പം അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു സൈഡിലേക്ക് ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കുക. കംപ്ലീറ്റ് ചൂട് തണിയുന്നതിന് വരെ വെയിറ്റ് ചെയ്യാൻ നിൽക്കണ്ട. കുറച്ച് ചൂടോട് കൂടിയിട്ട് നമ്മൾക്കിത് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് അടുത്തന്നെ കുറച്ച് വെള്ളം വെച്ചതിന് ശേഷം ആ വെള്ളത്തിൽ കൈ മുക്കി ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുത്ത് വയ്ക്കുക. ഈ ബോൾസൊക്കെ ഒന്ന് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു തുണി വെച്ചിട്ടൊന്ന് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അതിന് ശേഷം ഞാനിവിടെ പത്തിരി പരത്താൻ വേണ്ടിയിട്ട് വാഴയിലയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളടുത്ത് പത്തിരി പ്രസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം നമ്മൾക്ക് എണ്ണ തടവിയതിന് ശേഷം ഒരു ബോളൊന്ന് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മേലെ വേറൊരു വാഴയില വെച്ചിട്ട് ഒരു കട്ടിംഗ് ബോർഡോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾക്ക് ഈവൺ ആയിട്ട് നല്ല റൗണ്ടായിട്ട് കിട്ടും കേട്ടോ പത്തിരി. അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾക്കൊരു പാൻ വെച്ചിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം. ഇവിടെ പത്തിരി ചെറുതായതുകൊണ്ടും പിന്നെ പാന് കുറച്ച് സൈസ് വലുതായതുകൊണ്ടും ഒരേ സമയം നമ്മൾക്ക് 4 എണ്ണം ഇട്ട് കൊടുത്ത് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ ചുട്ടെടുക്കാം. നമുക്ക് ബാക്കിയുള്ള ബോൾസൊക്കെ ഇതുപോലെ പരത്തി ചുട്ടെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പത്തിരി പണി കഴിയുമ്പോൾ എപ്പോഴും കിച്ചൺ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ, അതിന് ശേഷം നമ്മൾക്ക് ക്ലീൻ ചെയ്യാം. അപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഞാൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചോറ് വെച്ചത് കേട്ടോ. ചോറ് ഞാൻ കുക്കറിലാണ് വെച്ചത്. പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് പിന്നെ ഉപ്പേരി, ക്യാബേജ് ഉപ്പേരിയാണ്. അപ്പം ഞാൻ ഒരു പകുതി ക്യാബേജ് ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് കൂടാതെ പിന്നെ ക്യാരറ്റും എടുത്തിട്ടുണ്ട് അതിനൊരു കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കുറച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഉള്ളി, ക്യാരറ്റ് ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. അതിലേക്ക് ക്യാബേജ് ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മൂടി വെച്ച് ഒരു 5-6 മിനിറ്റ് സിമ്മിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാബേജ് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ.
അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. അതിന് ശേഷം പിന്നെ ചിക്കൻ കറി ഉള്ളതുകൊണ്ട് പിന്നെ പപ്പടം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു സാലഡ് ഉണ്ടായിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം. അപ്പം ഉച്ചക്കത്തെ ലഞ്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ രാത്രിത്തേക്ക് വേണ്ടിയിട്ട് പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവൊന്ന് കുഴച്ച് വയ്ക്കാൻ കേട്ടോ. അപ്പം ഞാനിവിടെ ഈ കപ്പിൽ 2 കപ്പാണ് കേട്ടോ എടുത്തത്. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും പിന്നെ പച്ചവെള്ളവും ചേർത്താണ് കേട്ടോ കുഴയ്ക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് റെഡിയാക്കി എടുക്കാം. മുട്ടയുടെയോ അല്ലെങ്കിൽ പാലിൻ്റെയോ ഒന്നും ആവശ്യമില്ല. അപ്പം പൊറോട്ട എപ്പോഴും നന്നായിട്ട് കുഴച്ചാലേ ഉള്ളൂ കേട്ടോ പൊറോട്ട ശരിക്കും നന്നാവുക. പിന്നെ ഞാനൊരു സോഫ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ, ഒരു 1/2 സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ചേർത്തിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് കുഴച്ചെടുക്കുക. നല്ല ഇതുപോലെ നന്നായിട്ട് അമർത്തി കുഴയ്ക്കണം കേട്ടോ എപ്പോഴും. പിന്നെ കുഴച്ച് കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യാനും വെക്കണം. അതിലാണ് പൊറോട്ടയുടെ സോഫ്റ്റ് ആയിരിക്കുന്നത്. പിന്നെ കുഴയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെ വലിച്ച് വലിച്ച് കുഴയ്ക്കണം കേട്ടോ. അപ്പോഴേ ഉള്ളൂ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പൊറോട്ട കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒന്ന് ഓയിൽ തടവി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഒരു ടവ്വിൽ ഒന്ന് നനച്ചതിന് ശേഷം അതിൻ്റെ മേലെ വെച്ചിട്ട് നമ്മൾക്ക് നന്നായിട്ട് ഒന്ന് മൂടി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഒരിക്കലും ഡ്രൈ ആയി പോവാതിരിക്കാൻ പാടില്ല നമ്മുടെ മാവ്. അപ്പോഴേ ഉള്ളൂ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുള്ളൂ. ഇത് 2 മണിക്കൂറോളം നമ്മൾക്ക് വെച്ചാലുള്ളൂ നന്നായി സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അതിനുശേഷം പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ പൊട്ടറ്റോ വടയാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല. പിന്നെ ഇപ്പം തന്നെ വീഡിയോ കുറച്ച് ലെങ്തായി പോകുന്നുണ്ട്. അപ്പം വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. ഞാൻ പൊട്ടറ്റോ വടയുടെ റെസിപ്പി ഞാൻ പിന്നീട് ചെയ്യാം കേട്ടോ. അപ്പം ഞങ്ങളുടെ ഈവനിങ് ചായയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കാനും അതിനെ നോക്കാനും ഒക്കെ വേണ്ടിയിട്ട് അങ്ങനെ സമയം പോയി. അപ്പം ഒരു 7 മണി ആയപ്പോഴാണ് കേട്ടോ ഞാൻ രണ്ടാമതും കിച്ചണിലേക്ക് വന്നത്. അപ്പം ആ സമയത്ത് ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഡോ. അപ്പം കുറച്ച് എണ്ണ ഒന്ന് കയ്യിലാക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. എത്രത്തോളം കുഴയ്ക്കുന്നോ അത്രത്തോളം പൊറോട്ട നന്നാവും. അപ്പോൾ ഇതുപോലെ അത് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ടത് ഇങ്ങനെ ബോളാക്കി എടുക്കുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ നിങ്ങളുടെ പൊറോട്ടയുടെ സൈസിനനുസരിച്ച് വലിപ്പം കൂട്ടിയോ കുറച്ചൊക്കെ എടുക്കാം. ഞാനിവിടെ കുറച്ച് വലുപ്പത്തിലാണ് എടുത്തത്. അപ്പോൾ ഇതുപോലെ 5 പൊറോട്ടയുടെ അളവാണ് ഞാനിപ്പോൾ എടുത്തത്. എന്നിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ മേൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബോള് അതിൽ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. ആദ്യം കൈവച്ച് പരത്തിയതിന് ശേഷം പിന്നെ നമ്മൾക്ക് റോളർ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പരത്താം. ഇതുപോലെ എത്രത്തോളം നമ്മൾക്ക് നേർമയായിട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം തിന്നായിട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ ഒന്ന് എണ്ണ തടവിയതിന് ശേഷം രണ്ടാമതൊന്ന് പൊടിയിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ലോണം ലെയറായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ അടിയിൽ നിന്ന് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് സാരിയുടെ ഫ്ലീറ്റ് എടുക്കുന്ന മാതിരി നമുക്ക് കിട്ടും. എന്നിട്ട് അതൊന്ന് വിരൽ നടുവിൽ വെച്ചിട്ട് ഒന്ന് റൗണ്ടാക്കി എടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ചുറ്റിച്ചതിന് ശേഷം അവസാനം അടിയിലേക്കൊന്ന് വെച്ചിട്ട് ഒന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മേലെ എണ്ണ തടവിയിട്ട് അത് നമ്മൾക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഒരു തുണി വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമ്മൾ മൂടി വെച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം.
അരമണിക്കൂർ ആയിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. നല്ലോണം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ റോളറിൻ്റെ ആവശ്യമില്ല, കൈ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഒരു തവ വെച്ച് ചൂടായതിന് ശേഷം നമ്മൾക്ക് പരത്തി വെച്ചിരിക്കുന്ന പൊറോട്ട അതിലേക്ക് വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾക്ക് അല്പം നെയ്യോ അല്ലെങ്കിൽ ഓയിലോ വെച്ച് ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. പൊറോട്ട രണ്ട് സൈഡും നല്ലോണം ബ്രൗൺ കളറായി വരുന്നവരെ ഇതുപോലെ എടുത്ത് വയ്ക്കാം. എന്നിട്ട് അത് ചൂടാറാതെ ഒരു ഹോട്ട് ബോക്സിലേക്ക് മാറ്റാം കേട്ടോ. എന്നിട്ടൊരു 2 അല്ലെങ്കിൽ 3 പൊറോട്ട ആയതിനു ശേഷം നമ്മൾക്കൊന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ എല്ലാം നമ്മൾ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോഴേ ആ ലെയറൊക്കെ ശരിക്കും ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതുപോലെ. അപ്പം നമ്മുടെ സൂപ്പർ പൊറോട്ട റെഡി ആയിട്ടോ. അപ്പം ഉച്ചയ്ക്ക് നമ്മൾ രാവിലെയൊക്കെ കഴിച്ച കറീൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോഴാണ് എല്ലാവർക്കും ഒരു ആഗ്രഹം കിഴി പൊറോട്ട ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. അപ്പം ഞാൻ ഒരു ഇലയൊക്കെ എടുത്തൊന്ന് വാട്ടിയതിന് ശേഷം ഒരു പൊറോട്ട വെച്ചെടുത്തു. അതിൻ്റെ മേലെ ഞാൻ കുറച്ച് കറി വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് രണ്ടാമതും പൊറോട്ട വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് കറി ഒഴിച്ചു കൊടുത്തു. അങ്ങനെ മൂന്നാമത്തെ പൊറോട്ടയും വെച്ചിട്ട് കുറച്ച് കറിയൊക്കെ ഒഴിച്ചു കൊടുത്തു. ഞാനിവിടെ ഒരു കിഴിയിൽ 3 പൊറോട്ടയാണ് കേട്ടോ വെച്ചത്. എന്നിട്ട് ഇത് നന്നായിട്ട് കിഴി കെട്ടുന്നത് പോലെ 4 സൈഡിൽ നിന്നും ഒരുമിച്ചാക്കിയിട്ട് ഒരു നൂല് കൊണ്ടോ അല്ലെങ്കിൽ വാഴയുടെ നാരുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് കെട്ടിയെടുക്കാം. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടായതിന് ശേഷം നമ്മൾക്ക് ഈ കിഴി ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ സ്റ്റീമൊക്കെ ഒന്ന് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡവറയോ അല്ലെങ്കിൽ ഒരു വലിയ ബൗളോ വെച്ചിട്ട് അതിനൊന്ന് കവർ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ ഒന്ന് വെയിറ്റ് വെച്ച് കൊടുക്കും. ഞാനിപ്പോൾ വെയിറ്റിന് വേണ്ടിയിട്ട് ഇടികളിലാണ് കേട്ടോ വെച്ചത്. അങ്ങനെ ഒരു 10 മിനിറ്റ് നമ്മൾക്ക് വെക്കാം. അപ്പോഴേ നന്നായിട്ട് സോഫ്റ്റായിട്ട് ടേസ്റ്റായിട്ട് വരുള്ളൂ പൊറോട്ട. അപ്പോൾ 10 മിനിറ്റ് ആയതിന് ശേഷം നമ്മൾക്ക് ഒന്ന് എടുത്ത് നോക്കാം. നമ്മുടെ പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് നമ്മുടെ കിഴി പൊറോട്ട. അപ്പം നമ്മളുടെ അടിപൊളി കിഴി പൊറോട്ട ഇവിടെ റെഡി ആയിട്ടോ. അപ്പം ഈ സമയം പുറത്ത് നല്ല മഴയായിരുന്നു. അപ്പം നല്ല മഴയത്ത് നല്ല ചൂടുള്ള കിഴി പൊറോട്ട കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.